ഭക്തജനങ്ങളെ, ആദ്യമായി എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാചകങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തട്ടെ. വളരെ ചെറിയ പ്രായം മുതൽ ഞാൻ കേട്ട് വളർന്ന ഒരു പേരാണ് കരുവാറ്റ സ്വാമികൾ എന്നുള്ള പേര്. കാരണം എൻ്റെ അമ്മയുടെ വീട് കാർത്തികപ്പള്ളി ചിങ്ങോലിയിലാണ്. ഞങ്ങൾ 10-60 വർഷമായിട്ട് ആലപ്പുഴയിൽ പഠന സംബന്ധമായും ജോലി സംബന്ധമായും താമസിക്കുന്നൊന്നും മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ ആത്മബന്ധം ചിങ്ങോലിയുമായിട്ടുള്ളത് ഒട്ടും വേർപെട്ടിട്ടില്ല. അപ്പോൾ ചെറിയ പ്രായം മുതൽ അമ്മയും അമ്മൂമ്മയും എല്ലാം തന്നെ കരുവാറ്റ സ്വാമികളുടെ ആശ്രമത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും എല്ലാം പറഞ്ഞ് കേട്ട് വളർന്ന ഒരു ബാല്യവും കൗമാരവും എനിക്കുണ്ട്. പക്ഷേ ഈ ആശ്രമത്തിൽ ചൈതന്യവത്തായിട്ടുള്ള ഈ ഭൂമിയിൽ വന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ ഇന്ന് മാത്രമാണ് എനിക്ക് നിയോഗമുണ്ടായത്. ഇവിടെ വന്നപ്പോഴാണ് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ജയചന്ദ്രൻ അടക്കമുള്ള ആൾക്കാർ ഈ ആശ്രമത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും, ഒരാശ്രമം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ചില സങ്കല്പങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ലാളിത്യത്തോടുകൂടി നാമജപം മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജാതിമത ഭേദങ്ങൾക്ക് വ്യത്യസ്തമായി എല്ലാവർക്കും ഒരുപോലെ വന്നിരിക്കുവാനും, ഈ പറയുന്ന ഈശ്വര ഭജനം കലിയുഗത്തിലെ നമുക്ക് ഏറ്റവും വലിയ മോക്ഷദായകമായിട്ടുള്ള പ്രക്രിയ എന്ന് പറയുന്നത് നാമജപം തന്നെയാണ്. നാമജപം നടത്തുവാനുള്ള ഒരു സങ്കേതമായിട്ട് നമ്മുടെ ഈ ഗോലോകാശ്രമം ഇന്നും നിലനിൽക്കുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഈ പാവന ഭൂമിയിൽ വരാൻ സാധിച്ചതിലും വലിയ സന്തോഷമുണ്ട്. ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണ്. എല്ലാവരും തറയിൽ ചമ്രം പടിഞ്ഞിരുന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരും ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് രാമായണം വായിച്ച് സമർപ്പിച്ച് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. അപ്പോൾ കഥകൾ മാത്രം പറഞ്ഞ് പോകാതെ ഇവിടെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതിഹാസമായ രാമായണത്തിൻ്റെ കാലിക പ്രസക്തിയെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയോടുകൂടി പറഞ്ഞിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. രാമായണത്തിൻ്റെ കാലിക പ്രസക്തി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, 21-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രം വളരെയേറെ പുരോഗമിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അന്യഗ്രഹങ്ങളിലേക്ക് താമസം മാറ്റുവാനുള്ള ചിന്തയാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്കും അതോടൊപ്പം തന്നെ പണക്കാർക്കുമുള്ളത്. മറ്റ് ഗ്രഹങ്ങളിൽ പോയി താമസിക്കാം. വൈദ്യശാസ്ത്രവും വളരെയേറെ പുരോഗമിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ മരണത്തെ പോലും കീഴടക്കാൻ സാധിക്കുന്ന രീതിയിൽ വൈദ്യശാസ്ത്രത്തിൽ പുതിയ കണ്ടെത്തലുകൾ ഉണ്ടായി എന്ന് വരാം. അതോടൊപ്പം നമ്മുടെ വാർത്താവിനിമയ രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുമൊക്കെ വലിയ വലിയ മാറ്റങ്ങൾ, ദിവസവും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള പഴഞ്ചൻ ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ എന്താണ് പ്രസക്തി എന്നുള്ളത് സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെ ഇടയിൽ വരാവുന്ന ഒരു ചോദ്യമാണ്. അവിടെയാണ് നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ വർത്തമാനകാല സാഹചര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള, ഇവിടെ ആമുഖത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, വളരെ തീവ്രമായിട്ടുള്ള അപജയമാണ് കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ ആശുപത്രികളിൽ ഡോക്ടർമാരുടെ മുമ്പിൽ വരുന്ന പല അസുഖങ്ങളുടെയും ആരോഗ്യ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണങ്ങളിലൊന്ന് ഈ പറയുന്ന കെട്ടുറപ്പുള്ള ഒരു കുടുംബ ബന്ധമില്ലാത്തതിൻ്റെയാണെന്നുള്ളത് നിസ്സംശയം പറയുവാൻ എനിക്ക് സാധിക്കും. അപ്പോൾ കുടുംബ ബന്ധങ്ങളിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, മനുഷ്യൻ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, പിരിമുറുക്കങ്ങൾ, ലഹരി വസ്തുക്കളോടുള്ള അമിതമായിട്ടുള്ള ആസക്തി, അതുവഴി നമ്മുടെ സമൂഹത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, കുറ്റകരമായിട്ടുള്ള കൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം, ഇങ്ങനെ പലതരത്തിൽ ഒരു വശത്തുകൂടി ശാസ്ത്ര സാങ്കേതിക വിദ്യയും മറ്റും പുരോഗമിക്കുമ്പോൾ പോലും അടിസ്ഥാന മൂല്യങ്ങൾ, നമ്മൾ സനാതന മൂല്യങ്ങൾ എന്ന് വിളിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങളിൽ വളരെ ഗുരുതരമായിട്ടുള്ളൊരു അപജയം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അത് സാക്ഷരത കൊണ്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ടോ മറികടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും നമ്മുടെ കേരളത്തിലെ ഒരു സാഹചര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് ലഹരി വസ്തുക്കളുടെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു പ്രദേശമായും സംസ്ഥാനമായും, ഏറ്റവും കൂടുതൽ ക്രിമിനൽ നടപടികൾ നടക്കുന്ന ഒരു സംസ്ഥാനമായും, അതോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ, വിവാഹമോചനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരു സംസ്ഥാനമായും എല്ലാം
ഒരു നാടായും നമ്മുടെ കേരളം മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് സാക്ഷരത കൊണ്ട് മാത്രം നമുക്കിതിനെ തടയുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് അടിസ്ഥാനപരമായിട്ടുള്ള സനാതന മൂല്യങ്ങളിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഒരു പരിധിവരെ ഇതിനെല്ലാം കാരണമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെ മറികടക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ വിവരവും വിദ്യാഭ്യാസവും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിച്ചുചാട്ടങ്ങളും മാത്രം പറ്റുകയില്ല. അല്ലെങ്കിൽ അതിനെ മറികടക്കണമെങ്കിൽ സനാതന മൂല്യങ്ങളിലുള്ള ഒരു വളർച്ച നമുക്കുണ്ടാകണം. അത് എവിടെ നിന്ന് ആരംഭിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വീടുകളിൽ നിന്ന് തന്നെ ആരംഭിക്കണം. ആശ്രമത്തിൽ വന്നതിന് ശേഷം മാത്രം മനുഷ്യരിരുന്ന് നാമം ജപിച്ചതുകൊണ്ടായില്ല. വീടുകളിൽ ഉണ്ടാകണം മാറ്റങ്ങൾ. കാരണം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് കുടുംബമാണ്. സമൂഹത്തിലെ ഏറ്റവും ചെറിയ ഏകകം എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. അച്ഛൻ, അമ്മ, കുട്ടികൾ, ഒരുപക്ഷെ മുതിർന്ന തലമുറകൾ, ഇവരെല്ലാം ചേരുന്നതാണല്ലോ ഒരു കുടുംബം എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൂട്ടുകുടുംബ സംവിധാനമായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്നത്. 3 തലമുറ വരെ വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നൊരു കാലം. നമ്മുടെ അമ്മൂമ്മമാരുണ്ട്, അപ്പൂപ്പന്മാരുണ്ട്, അവരുടെ മക്കളുണ്ട്, അതിൻ്റെ കൊച്ചുമക്കളുണ്ട്. അവിടെ ഈ പറയുന്നത് പോലെ പ്രായമായി കഴിഞ്ഞാൽ അതൊരു രോഗമായി കാണുന്ന ഒരവസ്ഥയോ അല്ലെങ്കിൽ പ്രായമായി കഴിഞ്ഞാൽ എങ്ങനെയാണ് എൻ്റെ ജീവിത സായാഹ്നം ചെലവഴിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടൊരു പ്രക്രിയയാണ്. പ്രായമാവുക എന്നൊക്കെ പറയുമ്പോൾ അത് സ്വാഭാവികമാണ്. അവിടെയൊക്കെ താങ്ങും തണലുമായി കുടുംബമുണ്ടായിരുന്നു. പക്ഷേ അതിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. അതിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ സാമൂഹിക ജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും വളരെയേറെ ബാധിച്ചു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമ്മുടെ രാമായണത്തിൻ്റെ കാലിക പ്രസക്തിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള രാമായണത്തിൻ്റെ ഒരു പരാമർശം, അല്ലെങ്കിൽ രാമായണത്തിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത്, എങ്ങനെ ആയിരിക്കണം ഒരു കുടുംബം, എങ്ങനെ ആയിരിക്കണം കുടുംബ ബന്ധങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കഥയുണ്ട്. അതായത് വിക്രമാദിത്യ സദസ്സിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള പണ്ഡിതനായിരുന്നു വരരുചി. വരരുചിയോട് വിക്രമാദിത്യ മഹാരാജാവ് ചോദിച്ചു, രാമായണത്തിലെ ഏറ്റവും മഹത്തായിട്ടുള്ള ശ്ലോകം എന്താണെന്ന് ചോദിച്ചു. 24,000-ലേറെ ശ്ലോകങ്ങളുള്ള ബൃഹത്തായിട്ടുള്ള ഇതിഹാസമാണ് രാമായണം. അതിനകത്തെ ഏറ്റവും മഹത്തായിട്ടുള്ളൊരു ശ്ലോകം എന്താണെന്ന് വിക്രമാദിത്യ മഹാരാജാവ് പണ്ഡിതനായിട്ടുള്ള വരരുചിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉടനെ എനിക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല, എനിക്കൊരു 41 ദിവസം സമയം തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഈ ചോദ്യം മനസ്സിലിട്ടുകൊണ്ട് ഇങ്ങനെ നടന്നു, നാടിലെല്ലാം നടന്നു. അദ്ദേഹത്തിന് പക്ഷേ ഒരു ഉത്തരം, ഏത് ശ്ലോകമാണ് ഏറ്റവും മഹത്തായിട്ടുള്ളത്? എല്ലാ ശ്ലോകങ്ങളും വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. അങ്ങനെ അദ്ദേഹം 40-ാം ദിവസം എത്തിയെങ്കിലും ഒരു ഉത്തരം അദ്ദേഹത്തിന് കിട്ടുന്നില്ല. ഒരു മരത്തണലിൽ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ആ മരത്തിൻ്റെ മുകളിൽ കിളികൾ തമ്മിൽ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വനദേവതമാരായിരുന്നു ആ പക്ഷികൾ. അപ്പോൾ അവർ പറയുന്നു, രാമായണത്തിലെ ഏറ്റവും മഹത്തായിട്ടുള്ള ശ്ലോകം പോലും അറിയാൻ വയ്യാത്തൊരു പണ്ഡിതൻ താഴെ കിടക്കുന്നുണ്ട് എന്ന് അവർ തമ്മിൽ പറയുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തായിരുന്നു ആ ശ്ലോകം? നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. രാമം ദശരഥം വിദ്ധിം മാം വിദ്ധിം ജനകാത്മജം അയോധ്യാം അടവിം വിദ്ധിം ഗച്ഛതാത സുഖാസുഖം. ആരോട് പറയുന്നതാണ്? സുമിത്രാദേവി ലക്ഷ്മണനോട് പറയുന്ന ശ്ലോകം. അതാണ് രാമായണത്തിലെ ഏറ്റവും മഹത്തായിട്ടുള്ള ശ്ലോകം. ഈ പക്ഷികൾ തമ്മിൽ പറയുന്നത് വരരുചി കേട്ടു. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നതാണ് നമ്മുടെ മഹത്തായിട്ടുള്ള ഭാരതീയ കുടുംബത്തിൻ്റെ അടിത്തറ വ്യക്തമാക്കുന്ന ഒരു ശ്ലോകമാണ്. രാമായണത്തിലെ ഏറ്റവും മഹത്തായിട്ടുള്ള ശ്ലോകമായി വരരുചി പിന്നീട് അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നല്ലോ വനയാത്രയ്ക്ക് പോവുക എന്നുള്ളത്. വനയാത്രയ്ക്ക് പോകാനായി അനുവാദം വാങ്ങാനായി ലക്ഷ്മണകുമാരൻ അമ്മയുടെ അടുത്ത് ചെല്ലുകയാണ്, സുമിത്രാദേവിയുടെ അടുത്ത് ചെല്ലുകയാണ്. സുമിത്രാദേവി അപ്പോൾ മകനെ അനുഗ്രഹിച്ചുകൊണ്ട് പോയി വരാൻ പറയുമ്പോൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് രാമം ദശരഥം വിദ്ധിം. ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള രാമനെ നീ ആരെ പോലെ കാണണം? പിതാവിനെ പോലെ കാണണം, ദശരഥ മഹാരാജാവിനെ പോലെ കാണണം. മാം വിദ്ധിം ജനകാത്മജം, ജനകാത്മജയെ സഹോദരൻ്റെ ഭാര്യയെ, ജ്യേഷ്ഠ സഹോദരിയെ എങ്ങനെ കാണണം? അമ്മയെ പോലെ കാണണം. അയോധ്യാമടവിം വിദ്ധിം, നീ പോകാൻ പോകുന്ന വനം, ഘോരമായിട്ടുള്ള വനത്തെ അയോധ്യയായിട്ട് കാണുക.
അവിടുത്തെ പക്ഷി മൃഗാദികളെയും ജന്തുജാലങ്ങളെയും അയോധ്യയിലെ നിവാസികളായിട്ട് നീ കാണുക, സ്നേഹത്തോടു കൂടി കാണുക, പരിസ്ഥിതിയുടേതായിട്ടുള്ള സ്നേഹം. രക്ഷതാത സുഹാസു, നീ പോയി വരൂ മകനെ എന്നാണ് അമ്മ പറയുന്നത്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് 14 വർഷം വനത്തിലേക്ക് പോകുന്ന ഒരു മകനോട് മനസാന്നിധ്യത്തോടുകൂടി ആ അമ്മ പറയുന്ന ഒരു ശ്ലോകം, അതാണ് രാമായണത്തിലെ മഹത്തായിട്ടുള്ള ശ്ലോകം. അവിടെ നമുക്കറിയാം കുടുംബ ബന്ധങ്ങളുടെ ഒരു പ്രാധാന്യം. മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ ദേവാലയം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്, ഏറ്റവും വലിയ അധ്യാപകർ എന്ന് പറയുന്നത് മാതാപിതാക്കളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ലഹരി വസ്തുക്കളുടെ അമിതമായിട്ടുള്ള ഉപയോഗം, ഇതിൻ്റെ എല്ലാം കാരണങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുണ്ടായിട്ടുള്ള അപജയം എത്രമാത്രം രൂക്ഷമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് കേരളത്തിലെ മറ്റൊരു വലിയ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. ഏറ്റവും കൂടുതൽ വയോജനങ്ങളുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. 50 ലക്ഷത്തിലേറെ 60 വയസ്സ് കഴിഞ്ഞവർ വസിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ മറ്റ് രാജ്യങ്ങളിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനും തൊഴിലിനും മറ്റുമായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീടുകൾ ആരാണ് പിന്നെ ബാക്കി അവശേഷിക്കുന്നത്? പ്രായമുള്ള കുറച്ച് മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും മാത്രം. അങ്ങനെയുള്ളവരെ നോക്കാനുള്ള കരുത്തും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ നോക്കാനുള്ള സാഹചര്യം പോലും നമുക്കില്ലാത്ത ഒരു വലിയ സാമൂഹിക പ്രശ്നം നമ്മെ നേരിടുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പത്രം തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ, ഒരു കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ? എത്രയോ ഹീനമായിട്ടുള്ള കൊലപാതകങ്ങളാണ് നമ്മുടെ വീടുകളിൽ നടക്കുന്നത്. പത്രവാർത്ത വായിക്കാൻ നമുക്ക് പ്രയാസം തോന്നുന്ന രീതിയിലുള്ള വാർത്തകളാണ് നമ്മൾ ദിവസം പ്രതി കേൾക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകേണ്ട കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത തലമുറയെ ബാധിക്കും എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് കുട്ടികളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന ഈ പറയുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം, മൊബൈൽ ഫോൺ പോലെയുള്ള വസ്തുക്കളുടെ ഉപയോഗം, അതിൽ നിന്ന് കുട്ടികളെ മാറ്റാനുള്ള പ്രയാസം. ഇതെല്ലാം തന്നെ ഈ പറയുന്ന ഒരു ഇഴയെടുപ്പത്തിൻ്റെ അഭാവം തന്നെയാണ് കാണിക്കുന്നത്. പറയുന്നു, ജ്യേഷ്ഠ സഹോദരനെ അച്ഛനെ പോലെ കാണാനും ജ്യേഷ്ഠ സഹോദരി അല്ലെങ്കിൽ സഹോദരൻ്റെ ഭാര്യയെ അമ്മയെപ്പോലെ കാണാനും പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഐക്യമുണ്ടല്ലോ, കുടുംബത്തിൻ്റെ ഐക്യം, ഇപ്പോഴങ്ങനെ ഉണ്ടാകുന്നില്ല. ഇപ്പം 4 മുറികളുള്ള ഒരു വീടാണെങ്കിൽ ഒരു മുറി അച്ഛൻ്റേത്, ഒരു മുറി അമ്മയുടേത്, ഒരു മുറി മകൻ്റേത്, ഒരു മുറി മകളുടേത്. എല്ലാവരും വൈകുന്നേരങ്ങളിൽ വരുന്നു, അവരുടെ മുറികളിൽ കയറിയിരിക്കുന്നു, ലാപ്ടോപ്പ് തുറക്കുന്നു, മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്യുന്നു, ലോകത്തുള്ളവരെല്ലാവരുമായിട്ട് സംസാരിക്കുന്നു, പക്ഷേ തൊട്ടടുത്തുള്ളവരുമായിട്ട് സംസാരിക്കുന്നില്ല. നമ്മുടെ അടുത്തൊരു പ്രദേശത്ത് നടന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. വയോധികയായിട്ടുള്ളൊരു അമ്മ മരിച്ച് 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് തൊട്ടടുത്തുള്ളവർ അറിയുന്നത്. നമ്മുടെ അടുത്ത് നടന്നൊരു സംഭവമാണ്. ആ അമ്മയുടെ മക്കളൊക്കെ വലിയ വലിയ നിലയിൽ താമസിക്കുന്നവരാണ് പലയിടങ്ങളിലായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളില്ലാതെയായി. കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് അറിയാമല്ലോ, കൊച്ചു കവിതകൾ എഴുതുന്ന കുഞ്ഞുണ്ണി മാഷ് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കുടുംബത്തിൽ അച്ഛൻ പറയുന്നു എനിക്കുണ്ടൊരു ലോകം, അമ്മ പറയുന്നു എനിക്കുണ്ടൊരു ലോകം, പക്ഷേ നമുക്കില്ലൊരു ലോകം എന്ന് പറയുന്ന രീതിയിൽ കുടുംബ ബന്ധങ്ങളിൽ വലിയ അപജയമുള്ളപ്പോൾ രാമായണം എന്ന് പറയുന്നത് ഒരു കുടുംബകഥ കൂടിയാണ്. ദശരഥ മഹാരാജാവിൻ്റെ കുടുംബകഥയാണ്. അദ്ദേഹത്തിൻ്റെ 3 ഭാര്യമാരും 4 മക്കളും അടങ്ങിയിട്ടുള്ള ഒരു കുടുംബത്തിൻ്റെ കഥയാണ്. ആ കഥയിലെ ഏറ്റവും മഹത്തായിട്ടുള്ള ശ്ലോകമായി പറയുന്നത് കെട്ടുറപ്പുള്ള കുടുംബ ബന്ധത്തിൻ്റെ ആവശ്യകതയാണെന്നുള്ളതാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യം. ഇനി രണ്ടാമത്തേത്, രാമായണത്തിൽ ഉടനീളം നിരവധി സാരോപദേശങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് നമ്മളെ നേർവഴിക്ക് നയിക്കുവാനും നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വേണ്ട രീതിയിൽ നമുക്കുള്ളൊരു ഉപദേശം നൽകുവാനുമുള്ള ആചാര്യന്മാരുടെ അഭാവമാണ്. നമ്മളെ വിദ്യ അഭ്യസിപ്പിക്കുന്ന അധ്യാപകരെ നമ്മൾ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ആചാര്യന്മാരുണ്ട്, ശിക്ഷകന്മാരുണ്ട്, ഗുരുക്കന്മാരുണ്ട്. ശിക്ഷകന്മാരെന്ന് പറയുമ്പോൾ വയറ്റിപ്പിഴപ്പിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നവരെയാണ് നമ്മൾ ശിക്ഷകന്മാരെന്ന് പറയുന്നത്. ആചാര്യന്മാരെന്ന് പറയുമ്പോൾ അതല്ല, അവർ പഠിപ്പിക്കുന്നത് അവരത് പ്രാക്ടീസ് ചെയ്യും. ഇപ്പോൾ ദ്രോണാചാര്യൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം അയോധന വിദ്യ പഠിപ്പിക്കുക മാത്രമല്ല, അദ്ദേഹം അതിൽ അതിനിപുണനും കൂടിയായിരുന്നു. അതാണ് ആചാര്യൻ എന്ന് പറയുന്നത്. ഗുരു എന്ന് പറയുമ്പോൾ അതിനൊക്കെ അതീതമായിട്ടുള്ള ഒരു സങ്കല്പമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഗുരു എന്ന് പറയുന്നത്. ഗുകാരം എന്ന് പറയുന്നത് അന്ധകാരം, ഗുകാരത്തെ രോധിക്കുന്നതാണ് ഗുരു എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള സംഘം. അത് നമ്മുടെ ഭാരതീയ സംസ്കൃതിയിൽ മാത്രമേ ഉള്ളൂ ഗുരു എന്ന് പറയുന്ന വലിയൊരു സങ്കല്പം. അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ അഭാവം
അങ്ങനെയുള്ള ആചാര്യന്മാരുടെ അഭാവം നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. നവോത്ഥാന കാലഘട്ടത്തിലായിരുന്നെങ്കിലും ശ്രീനാരായണ ഗുരുദേവനെ പോലെ അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളെ പോലെയുള്ള ആചാര്യന്മാരുടെ സാന്നിധ്യം നമ്മളെ വളരെയേറെ നേരെ നയിക്കുവാൻ സഹായിച്ച ഒരു ഘടകമാണ്. ഇവിടെ തന്നെ ഇപ്പം നമ്മുടെ കരുവാറ്റ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിൽ പോലും നമ്മുടെ ഗുരുദേവൻ കൊളുത്തി വെച്ച ദീപമാണല്ലോ ഇപ്പോഴും നമുക്ക് മാർഗദർശിയായിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലുള്ള ആചാര്യന്മാരുടെ ഒരു അഭാവം നമ്മുടെ ലോകത്ത് വളരെയേറെ ഉണ്ട്. അവർ നൽകേണ്ട ഉപദേശങ്ങളുടെ അഭാവം നമുക്കുണ്ട്. അവിടെയാണ് രാമായണത്തിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലേറ്റവും മഹത്തായിട്ടുള്ള ഒന്നാണ് ലക്ഷ്മണോപദേശം എന്ന് പറയുന്നത്. ഒരു ഉത്തമ മനഃശാസ്ത്ര കൗൺസിലിംഗ് ആണ് ലക്ഷ്മണോപദേശം എന്ന് പറയുന്നത്. അതിൻ്റെ സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം. ഈ പറഞ്ഞതുപോലെ അഭിഷേക വിഘ്നം നടക്കുകയാണ്, വിച്ഛിന്നാഭിഷേകം. പെട്ടെന്നായിരുന്നല്ലോ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത്. കൈകേയി ദേവി ആവശ്യപ്പെടുന്ന തരത്തിൽ 2 വരങ്ങൾ അവർക്ക് ലഭിക്കണം. 14 വർഷം കാട്ടിലേക്ക് അയക്കണം രാമനെ, അതോടൊപ്പം തന്നെ ഭരതനെ രാജാവായിട്ട് വാഴിക്കണം എന്നൊക്കെ പെട്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അത് അയോധ്യയിൽ വലിയൊരു കോലാഹലം ഉണ്ടാക്കി എന്നുള്ളതാണ് വാസ്തവം. അതിനകത്ത് ഏറ്റവും കൂടുതൽ ക്രോധത്തിന് അടിമയായത് ലക്ഷ്മണകുമാരനാണ്. അത് അദ്ദേഹത്തിന് ഒട്ടും സഹിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം പറയുന്നു, ദശരഥ മഹാരാജാവ് പറയുന്നത് ഒട്ടും നീതിയല്ല, നീതിയുക്തമല്ല, പിതാവാണെന്ന് നമ്മൾ നോക്കണ്ട. രാമനോട് പറയുകയാണ്, പിതാവിനെ നമുക്ക് കാരാഗൃഹത്തിൽ അടയ്ക്കാം, വേണമെങ്കിൽ അദ്ദേഹത്തെ വധിക്കുക പോലും ചെയ്യാം എന്ന് പറയുകയാണ്. അപ്പോൾ ക്രോധം കൊണ്ട് സമനില തെറ്റിയ ലക്ഷ്മണനെ ആശ്വസിപ്പിച്ച് നൽകുന്ന ഉപദേശങ്ങളാണ് ലക്ഷ്മണോപദേശത്തിൽ വിവരിക്കുന്നത്. ഏറ്റവും മഹത്തായിട്ടുള്ള ഉത്തമമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിൻ്റെ എല്ലാ മാതൃകകളും നമുക്കതിനകത്ത് കാണുവാൻ സാധിക്കും. ഇന്ന് നമ്മുടെ സമൂഹത്തിലും ഏറ്റവും കൂടുതൽ ആവശ്യം ഇങ്ങനെയുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഇടപെടലുകളാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അവിടെ ലക്ഷ്മണനെ അടുത്ത് വിളിച്ചിരുത്തി സൗമ്യമായിട്ട് ശ്രീരാമചന്ദ്രൻ ആരംഭിക്കുന്നത് തന്നെ വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ എന്നാണ്. വത്സ, സൗമിത്രേ, കുമാര, 3 പേരുകൾ വിളിച്ച് അനുനയിപ്പിച്ചുകൊണ്ടാണ് ഒരു 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 വളരെ മിടുക്കനായിട്ടുള്ളൊരു കൗൺസിലറുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് എങ്ങനെയായിരിക്കണം, ഇടപെടൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ്. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ എന്ന് പറഞ്ഞ് ക്രോധത്താൽ സമനില തെറ്റി നിൽക്കുന്ന ലക്ഷ്മണനെ ഈ പറയുന്ന മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ച ഒരു മാജിക് ഉണ്ടല്ലോ, ശ്രീരാമചന്ദ്രൻ്റെ മാജിക്ക്. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള. അവിടെ ഒരു മെഡിസിനും കൊടുത്തിട്ടില്ല, ഒരു മരുന്നും കൊടുത്തിട്ടില്ല, ഒരു ഔഷധവും കൊടുത്തിട്ടില്ല. അവിടെ നൽകിയ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളാണ്. എന്തൊക്കെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം? ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞതെല്ലാം തന്നെ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ചാണ്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. ഈ കാണുന്ന രാജഭോഗങ്ങളെല്ലാം, മനുഷ്യഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. നമുക്ക് ദിവസം ചെല്ലുന്തോറും ആയുസ് കുറയുകയാണെന്ന് ജാനപാനയിൽ പറഞ്ഞതുപോലെ ഈ ചുറ്റുപാടും കാണുന്നതൊന്നും സ്ഥിരമല്ല എന്നുള്ളതാണ് ആദ്യം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് പറയുന്നുണ്ട്, ചക്ഷുശ്രവണകൾ അസ്തമാം ദർദുരം, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ കാലാഹിത പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. അതായത് പാമ്പിൻ്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവള, അതിൻ്റെ മരണം സുനിശ്ചിതമാണ്. ആ തവള പോലും ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലമെന്ന് പറയുന്ന സർപ്പത്തിൻ്റെ പിടിയിലകപ്പെട്ടിരിക്കുന്ന ലോകവും ഭോഗങ്ങൾ തേടുകയാണ്. അത്രമാത്രം നിഷ്ഫലമാണ് ഈ ഭോഗങ്ങൾ തേടുന്നതെന്നുള്ളത് ലക്ഷ്മണനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണോപദേശത്തിൻ്റെ തുടക്കത്തിൽ തന്നെ. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമായുസ്സു മൂർക്കനീ. താന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ, പാന്തർ ഒരു പെരുവഴി അമ്പലത്തിൽ ഒരുമിച്ച് കൂടി പിന്നെ വിയോഗം വരുന്നത് പോലെ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ലോകത്തിൽ വരുന്നത്. ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു താമസം മാത്രം. അത്രമാത്രം നശ്വരമായിട്ടുള്ള ലോകത്തിൽ അനശ്വരതയെക്കുറിച്ച് നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ലക്ഷ്മണനെ ബോധവാനാക്കുന്ന ആ പ്രധാനപ്പെട്ട ഭാഗമാണ് ലക്ഷ്മണോപദേശം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ക്രോധത്തെക്കുറിച്ച് പറയുന്ന ഭാഗമുണ്ട്. ക്രോധം പരിത്യജിക്കണം ബുധജനം, ക്രോധമല്ലോ യവനാകുന്നത് നിർണയം എന്ന് പറയുന്നത്. ക്രോധം പരിത്യജിക്കണം.
ക്രോധം യമനാകുന്നത് നിർണയം എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, കോപം വരുമ്പോൾ ഉണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ, മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ, മനുഷ്യൻ്റെ സമനില തെറ്റുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ, അത് മനുഷ്യനെ കുറ്റവാളിയാക്കുന്നു, സ്വന്തം അമ്മയെ പോലും കൊല്ലാൻ പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ കൊല്ലുന്നു. അതെല്ലാം ഒരു നിമിഷം ഉണ്ടാകുന്ന ക്രോധത്തിന് അടിമയാകുമ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ക്രോധാൽ ഭവതി സമ്മോഹ, സമ്മോഹാൽ സ്മൃതി വിഭ്രമഃ, സ്മൃതി ഭ്രംശാൽ ബുദ്ധിനാശോ, ബുദ്ധിനാശാൽ സമപ്രതി. ക്രോധാൽ ഭവതി സമ്മോഹ, സമ്മോഹാൽ സ്മൃതി വിഭ്രമഃ, സ്മൃതി ഭ്രംശാൽ ബുദ്ധിനാശോ, ബുദ്ധിനാശാൽ തമസ്മൃതി. അതായത് ഭഗവത്ഗീതയിൽ പറയുന്നത്, ക്രോധം മുഴുത്തു കഴിഞ്ഞാൽ എന്താണ്? സമൂഹത്തിനടിമയാകും. സമൂഹാൽ സ്മൃതി വിഭ്രമഃ. സമൂഹത്തിന് അടിമപ്പെടുന്ന ഒരാളിൻ്റെ ബുദ്ധി പോലും നഷ്ടപ്പെടും. ആ ബുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിന് പോലും അറിയുന്നില്ല. അമ്മ ക്രോധത്തെക്കുറിച്ചുള്ള ആ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമോഷനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വസ്തുതകൾ നമ്മുടെ പുരാണങ്ങളിലെല്ലാം ധാരാളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മണ കോപത്തെ അടക്കാൻ വേണ്ടി യാതൊരു തരത്തിലുള്ള ഔഷധവും ഇല്ലാതെ ശ്രീരാമൻ നൽകുന്ന ഉപദേശമാണ് ലക്ഷ്മണോപദേശം എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു ഉത്തമമായിട്ടുള്ള മനഃശാസ്ത്ര കൗൺസിലിംഗ് ഇന്ന് നമ്മുടെ ലോകത്ത്, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടതും ഇതുപോലെയുള്ള ഉപദേശം നൽകുന്ന ജ്യേഷ്ഠ സഹോദരന്മാരാണ്, അല്ലെങ്കിൽ അച്ഛന്മാരാണ്, അമ്മമാരാണ്, മാതാക്കളാണ്. ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ നൽകുന്നവരാണ്. ഇതിൻ്റെ ഒരു മാറ്റം ലക്ഷ്മണനിൽ നമ്മൾ കാണുന്നുണ്ട്. ഗുഹനുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ വെറും നിലത്ത് കിടക്കുന്ന രാമനെയും സീതയെയും മറ്റും കണ്ട് വിലപിക്കുന്ന ഗുഹനോട് പറയുന്നുണ്ട്. ആര് പറയുന്നുണ്ട്? ലക്ഷ്മണൻ തന്നെ പറയുന്നുണ്ട്, പൂർവജന്മാർജിത കർമ്മം അത്രേ ഭവി സർവ്വലോകർക്കും സുഖദുഃഖ കാരണം. എത്ര പെട്ടെന്നാണ് ലക്ഷ്മണനിൽ മാറ്റമുണ്ടായത്. പൂർവജന്മാർജിത കർമ്മം അത്രേ ഭവി സർവ്വലോകർക്കും സുഖദുഃഖ കാരണം. ഈ രീതിയിൽ അടിസ്ഥാനപരമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാക്കുവാൻ സാധിച്ച വളരെ ഉത്തമമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് ആണ് ലക്ഷ്മണോപദേശത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ധാരാളം ഉപദേശങ്ങൾ രാമായണത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. വസിഷ്ഠ മുനിയാണല്ലോ അയോധ്യയുടെ രാജകുടുംബത്തിൻ്റെ ആചാര്യൻ എന്ന് പറയുന്നത്. അദ്ദേഹം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ രാമായണത്തിൽ ഉടനീളം ആ രാജവംശത്തെ എത്രമാത്രം സഹായിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും വലിയൊരു പ്രതിസന്ധി ആ രാജകുടുംബത്തിൽ ദശരഥ മഹാരാജാവിനുണ്ടായത് പുത്രൻ നഷ്ടമായിരുന്നു, അല്ലെങ്കിൽ പുത്രന്മാരില്ലാത്ത ഒരു വലിയ സങ്കടമായിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം സങ്കടപ്പെട്ടപ്പോൾ വസിഷ്ഠ മുനിയാണ് അതിനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുന്നത്. പുത്രകാമേഷ്ടിയാഗം നടത്തണം, ഋഷ്യശൃംഖനെ വരുത്തണം, ഋഷ്യശൃംഖനെ വരുത്തി പുത്രകാമേഷ്ടിയാഗം നടത്തിയാൽ അങ്ങേക്ക് മക്കളുണ്ടാകും. അതിനെ തുടർന്നുള്ള കഥകളൊക്കെ നമുക്കറിയാം. അപ്പോൾ പുത്രകാമേഷ്ടിയാഗം നടത്തണമെന്ന് വസിഷ്ഠ മുനിയാണ് ദശരഥ മഹാരാജാവിന് നിർദ്ദേശം തരുന്നത്. അതുപോലെയുള്ള ആചാര്യന്മാർ നമുക്കിന്ന് വേണ്ടേ? ഭരണകർത്താക്കൾക്ക് നിർദ്ദേശം നൽകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഉപദേശം നൽകുന്ന ആചാര്യന്മാർ നമുക്ക് വേണ്ടേ നമ്മുടെ ഭരണകർത്താക്കൾക്ക്? ഒന്ന്. മറ്റൊന്ന് വീണ്ടുമുണ്ട്. വിശ്വാമിത്ര മുനി ഈ കുട്ടികളെയും കൊണ്ട് രാമലക്ഷ്മണന്മാരെ വിട്ടുതരണം, എനിക്ക് ഈ മുനിമാരുടെ തപസ്സിനെയും മറ്റും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ രാക്ഷസന്മാരുടെയും അസുരന്മാരുടെയും വലിയ അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ വലിയൊരു ആപത്തുണ്ടാകുന്നുണ്ട്. അതിന് വിശ്വാമിത്രൻ വന്നിട്ട് രാമലക്ഷ്മണന്മാരെ വിട്ടുതരണം എന്ന് പറയുമ്പോഴും ദശരഥ മഹാരാജാവ് വളരെ വിഷമിക്കും. ഈ കൊച്ചു ബാലകന്മാരെ എങ്ങനെയാണ് ഞാൻ വിട്ടുകൊടുക്കുന്നത് ഘോര വനങ്ങളിലേക്ക്, എങ്ങനെ രാക്ഷസന്മാരെയൊക്കെ തടയുവാനായിട്ട്? അപ്പോഴും വസിഷ്ഠൻ പറയുന്നുണ്ട്, ആരാണ് രാമൻ, ആരാണ് ലക്ഷ്മണൻ? ലക്ഷ്മണൻ അനന്തനാണ്, രാമൻ ശ്രീനാരായണൻ തന്നെയാണ്, മഹാവിഷ്ണു തന്നെയാണ്. അങ്ങ് ഒന്നുകൊണ്ടും ഭയക്കണ്ട, മക്കളെ വിട്ടുകൊടുക്കാൻ പറയുന്നുണ്ട്. അവിടെയും രാജാവിനെ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ധർമ്മമാണ് രാജഗുരുവിനുള്ളത്. അതിനേക്കാളും വളരെ സങ്കീർണമായുള്ളൊരു ഘട്ടം ഉണ്ടാകുന്ന ഒരു അവസരമാണ് ഭരതൻ തിരികെ വരുന്ന അവസ്ഥയുണ്ട്. അതായത് മാതുലൻ്റെ അടുത്ത് പോയി
ഇരിക്കുമ്പോഴാണല്ലോ ഇവിടെ ഈ അഭിഷേക വിഘ്നവും മറ്റ് പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ തിരികെ വരുമ്പോൾ ഭ്രഷ്ടലക്ഷ്മീകം എന്നാണ് അയോധ്യയെ വർണ്ണിക്കുന്നത് എഴുത്തച്ഛൻ. ലക്ഷ്മിയുടെ സാന്നിധ്യം പോലുമില്ല, ജനോത്പാദ വർജിതം, എല്ലായിടത്തും ശ്മശാന മൂകതയാണ്. അങ്ങനെയുള്ള ഒരു അയോധ്യയിലേക്കാണ് ഭരതൻ വരുന്നത്. ഭരതൻ വന്ന് ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം അറിയുമ്പോൾ അദ്ദേഹം ഇതികർവ്യത്തതാം ഉടനായി മാറുകയാണ്. ഒന്നും ചെയ്യാൻ വയ്യാത്ത രീതിയിൽ അദ്ദേഹം വിലപിക്കുകയും കൈകൈയെ ഭത്സിക്കുകയും മറ്റും ചെയ്യുമ്പോഴും വസിഷ്ഠ മുനിയാണ് വന്ന് പറയുന്നത്, എല്ലാ രാജഭോഗങ്ങളും അനുഭവിച്ചതിന് ശേഷമാണ് ദശരഥ മഹാരാജാവ് മരിക്കുന്നത്. നീ ഈ രീതിയിൽ പെരുമാറുകയല്ല വേണ്ടത്. ഇപ്പോൾ സംയമനം നേടിയെടുത്തുകൊണ്ട് രാജാവിൻ്റേതായിട്ടുള്ള ധർമ്മം, ക്ഷത്രിയൻ്റേതായിട്ടുള്ള ധർമ്മം അനുഷ്ഠിക്കുകയാണ് നീ ഇപ്പോൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഭരതകുമാരനെ കർമ്മത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനും വസിഷ്ഠനായിട്ടുള്ള രാജഗുരുവിന് സാധിച്ചു. അതുപോലെ തന്നെ ഇനിയുമുണ്ട് ധാരാളം ഉപദേശങ്ങൾ. നമ്മുടെ ചിത്രകൂടത്തിൽ ചെല്ലുമ്പോഴും അവിടെ ഭരതൻ്റെ വനയാത്രയുണ്ടല്ലോ, ഭരതൻ വനയാത്രയിൽ ശ്രീരാമനെ ചെന്ന് കണ്ട് തിരികെ വരണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയും ശ്രീരാമൻ അതിന് തടസ്സം ചെയ്യുകയും ചെയ്യുമ്പോൾ ആത്മത്യാഗത്തിന് പോലും ഒരുങ്ങുന്നുണ്ട് ഭരതൻ. ദർഭയൊക്കെ വിരിച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഞാനിപ്പോൾ ഇനി മടങ്ങിപ്പോകുന്നില്ല എന്ന് പറഞ്ഞ് ഒരു ബാലനെ പോലുള്ള ചാബല്യങ്ങൾ കാണിക്കുമ്പോഴും വസിഷ്ഠനാണ് പറയുന്നത്, ഇത് രാമൻ നിൻ്റെ ജ്യേഷ്ഠൻ ശ്രീനാരായണൻ തന്നെയാണ്. നിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് രാജഭരണമാണ്. അയോധ്യ അനാഥമാകാൻ പാടില്ല, അയോധ്യയിലെ ജനങ്ങൾ അനാഥമാകാൻ പാടില്ല. അവിടെ വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി ഭരതനെ വീണ്ടും കർമ്മയോഗി ആക്കി മാറ്റുന്ന ഒരു വലിയ ഒരു കടമയുകൂടി ഈ രാജഗുരു അനുഷ്ഠിക്കും. ഇവിടെയൊക്കെ ഉപദേശങ്ങളുടേതായിട്ടുള്ള വലിയ ഒരു മഹത്തായിട്ടുള്ള മൂല്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദശരഥ മഹാരാജാവ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ രാമൻ മൂർച്ഛിച്ച് വീഴുകയാണ്. മൂർച്ഛിച്ച് വീണ് ഞാൻ ദേഹത്യാഗം പോലും നടത്താൻ ഒരുങ്ങാൻ പോവുകയാണ്, എനിക്കിനിയും ജീവിതത്തിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് മനുഷ്യൻ്റെ ചാബല്യങ്ങളെല്ലാം കാണിക്കുമല്ലോ, മനുഷ്യാവതാരമാണല്ലോ. ആ രീതിയിൽ ചാബല്യം കാണിക്കുമ്പോഴും വസിഷ്ഠൻ്റെ വളരെ മഹത്തായിട്ടുള്ള ഉപദേശം വരുന്നുണ്ട്, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ദശരഥ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ജീവിതത്തിൻ്റെ എല്ലാ പൂർണ്ണതയും നേടിയതിന് ശേഷമാണ് അദ്ദേഹം സ്വർഗപ്രാപ്തി നേടിയിട്ടുള്ളത്. ഈ രീതിയിൽ ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉദകക്രിയ നടത്താനും മറ്റും പ്രേരിപ്പിക്കുന്നതും വസിഷ്ഠനാണ്. ഇങ്ങനെ രാമായണത്തിൽ ഉടനീളം ധാരാളം ഉപദേശങ്ങൾ, ലക്ഷ്മണോപദേശത്തിൽ തുടങ്ങി താരോപദേശം, ശ്രീ രാമചന്ദ്രൻ നൽകുന്ന താരോപദേശം, താരയ്ക്ക് നൽകുന്ന ഉപദേശം, ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട്, അല്ലെങ്കിൽ വസിഷ്ഠൻ നൽകുന്ന ഉപദേശങ്ങൾ, ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യനെ കർമ്മയോഗിയാക്കി മാറ്റുന്ന ഉപദേശങ്ങളാണ്. ക്രോധത്തിനും അല്ലെങ്കിൽ സങ്കടത്തിനും അല്ലെങ്കിൽ വിഷാദത്തിനുമൊക്കെ അടിമയായിരിക്കുന്നവരെ, അതുതന്നെയാണല്ലോ നമ്മുടെ ഭഗവത്ഗീത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭഗവത്ഗീതയിലും ആയുധങ്ങൾ താഴെ വെച്ച് വിഷാദത്തിന് അടിമയായിട്ടുള്ള അർജുനനെ കർമ്മനിരതനാക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ ഉപദേശങ്ങളാണ്. അപ്പോൾ ഈ രീതിയിൽ കൗൺസിലിംഗ് നടത്തി അല്ലെങ്കിൽ ഉപദേശം നൽകി, അത് വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ആശ്രമത്തിലാണെങ്കിലും ഭരണകർത്താക്കൾക്കാണെങ്കിലും സ്കൂളിലാണെങ്കിലും എവിടെയാണെങ്കിലും കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകി മനുഷ്യനെ സനാതന മൂല്യങ്ങളുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ആചാര്യന്മാരുടെ അഭാവം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയേറെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിടെയും രാമായണത്തിൻ്റെ കാലിക പ്രസക്തിയുടെ പ്രാധാന്യം നമുക്കറിയാൻ സാധിക്കും. ഞാൻ കുടുംബത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു. കുടുംബ ബന്ധങ്ങൾ എത്രമാത്രം കെട്ടുറപ്പുള്ളതായിരിക്കണം എന്നുള്ളത് സുമിത്രാദേവിയുടെ ശ്ലോകത്തിലൂടെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ലഭിക്കേണ്ട ആചാര്യന്മാരുടെ സാന്നിധ്യവും ആചാര്യന്മാർ നമുക്ക് നൽകേണ്ട ഉപദേശങ്ങളുടെ പ്രാധാന്യവുമാണ്. അത് നമുക്കില്ല എന്നുള്ളത് ഒരു വഴികാട്ടിയായി, ദിശാബോധം നൽകുന്ന വഴിവിളക്കായി ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാനുള്ള ആചാര്യന്മാരുടെ അഭാവം എന്ന് പറയുന്നത് നമ്മെ വല്ലാതെ അനാഥരാക്കുന്നു എന്നുള്ളതും ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അധികാരമോഹത്തെ കൊണ്ട് നമ്മുടെ ചുറ്റുപാടും എത്രമാത്രം മലീമസമായിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. 90-95 വയസ്സായാലും കുടുംബത്തിലെ അധികാരം വിട്ടൊഴിയാൻ തയ്യാറാകാത്ത എത്രയോ പ്രായമുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഒരു വീട്ടിൽ വളരെ പ്രായമുള്ള ഒരു അമ്മയെ കാണാനായിട്ട് അവർ ആവശ്യപ്പെട്ട അനുസരിച്ച് പോയപ്പോൾ കുട്ടികളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇപ്പോഴും 90-95 വയസ്സായാലും കൃത്യമായിട്ടുള്ള രീതിയിൽ വസ്തുക്കൾ കുട്ടികൾക്ക് വീതിച്ചു കൊടുക്കാനും
അതിൻ്റേതായിട്ടുള്ള പ്രമാണം നടത്തുവാനൊന്നും ഈ പറയുന്ന ഈ അപ്പൂപ്പനും അമ്മൂമ്മയൊന്നും തയ്യാറാകുന്നില്ല. പ്രത്യേകിച്ചും അപ്പൂപ്പൻ തയ്യാറാകുന്നില്ല. അമ്മൂമ്മയ്ക്ക് പിന്നെയും ചെയ്തു കൊടുത്താൽ കൊള്ളാവുന്നുണ്ട്. രീതിയിൽ ആ വീട്ടിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. അതുതന്നെയാണല്ലോ നമ്മുടെ രാഷ്ട്രത്തിലും നമ്മുടെ ഭരണകർത്താക്കളുടെ ഇടയിലും കാണുന്നത്. പരമ്പരാഗതമായിട്ട് ഭരണം ഒരു കൂട്ടർ തന്നെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അധികാരം വിട്ടൊഴിയാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കിടമത്സരങ്ങൾ, രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ ആരും തന്നെ നോക്കുന്നില്ല. അവിടെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഈ ഭരണ കൈമാറ്റം, അല്ലെങ്കിൽ ഭരതനും ശ്രീരാമനും തമ്മിലുള്ള ഭരണ കൈമാറ്റം എത്ര സുതാര്യമായിട്ടും സുന്ദരമായിട്ടും നടന്നു എന്നുള്ളത്, അല്ലെങ്കിൽ എന്താ പറയുക, രക്തരഹിതമായിട്ടുള്ള രീതിയിൽ അത് നടന്നു. അച്ഛൻ്റെ പിതൃവാക്യം അനുഷ്ഠിക്കുന്ന മകനാണ് ഉത്തമനായിട്ടുള്ള മകൻ എന്നാണ് രാമായണത്തിൽ പറയുന്നത്. ഏറ്റവും ഉത്തമനായിട്ടുള്ള മകൻ എന്ന് പറയുന്നത് പിതൃവാക്യം അനുസരിക്കുന്ന മകനാണ്. അത് പറഞ്ഞിട്ട് പോലും ചെയ്യാതെ പറഞ്ഞ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ പറഞ്ഞിട്ട് ചെയ്യാത്തവർ, ഇങ്ങനെ പലതരത്തിലൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും ഉത്തമനായിട്ടുള്ള ആൾ, മധ്യമനായിട്ടുള്ള ആൾ, അധമനായിട്ടുള്ള ആളെന്നൊക്കെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ പിതാവിൻ്റെ ഇംഗിതം എന്താണെന്ന് അറിഞ്ഞ് അത് ചെയ്യുന്ന ആളാണ് ഏറ്റവും ഉത്തമനായിട്ടുള്ള മകൻ. പറഞ്ഞതിന് ശേഷം ചെയ്യുന്നതാണ് മധ്യമനായിട്ടുള്ളത്, പറഞ്ഞിട്ടും ചെയ്യാത്തതാണ് അധമനായിട്ടുള്ള മകൻ. അപ്പോൾ ഈ രീതിയിൽ അച്ഛൻ്റെ ഇംഗിതം എന്താണെന്നുള്ളത് മനസ്സിലാക്കി യാതൊരു തരത്തിലുള്ള മടിയുമില്ലാതെ കൗസല്യ ദേവിയുടെ മകനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ കൈകേയിയോട് പറയുന്നുണ്ട്, ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതും ദണ്ഡകവാസത്തിനേറ്റം എളുതല്ലോ എന്ന് പറയുന്നുണ്ട്. ഞാൻ കാനനത്തിന് പോകാം, അതിന് യാതൊരു തരത്തിലുള്ള പ്രയാസമുള്ള കാര്യമല്ല. രാജ്യഭാരം ഭരിക്കുക എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ രാജ്യഭാരത്തെ വഹിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ വനത്തിൽ പോയി ദണ്ഡകവാസം നടത്തിക്കൊള്ളാം, അതിനെനിക്ക് യാതൊരു മടിയുമില്ല എന്ന് വളരെ സ്വാഭാവികമായിട്ട് സൗമ്യമായിട്ട് സംയമനത്തോടു കൂടി പറയുന്ന തരത്തിലുള്ളൊരു അധികാര കൈമാറ്റം എവിടെയെങ്കിലും നടന്നതായി നമുക്കറിയാൻ പറ്റുന്നുണ്ടോ? എവിടെയെങ്കിലും. അതായത് പെട്ടെന്ന് അഭിഷേകം നടക്കുന്നതിൻ്റെ അടുത്ത ദിവസം അഭിഷേകം നടക്കേണ്ട ദിവസമാണ്. അയോധ്യ മുഴുവൻ ഒരുങ്ങിയിരിക്കുകയാണ്, ആബാലവൃദ്ധം ജനങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്നുണ്ടാകുന്ന മാറ്റം. അതിനെ എത്ര സംയമനത്തോടു കൂടിയാണ് ശ്രീരാമചന്ദ്രൻ സ്വീകരിച്ചത്. എന്നിട്ട് ഈ ഒരു വാചകത്തിലൂടെ എനിക്ക് കാനനവാസമാണ് ഏറ്റവും എളുപ്പമുള്ളത്, മറ്റേത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് കൈകേയിയോട് പറയുന്ന ആ ഒരു ഭാഗം, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത്, അധികാര മോഹം വളരെയേറെ രൂക്ഷമായിരിക്കുന്ന, അത് കുടുംബത്തിലാണെങ്കിലും രാഷ്ട്രത്തിലാണെങ്കിലും മറ്റേത് സ്ഥലത്താണെങ്കിലും വിട്ടൊഴിയാനുള്ളൊരു താല്പര്യം അത് കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ശ്രീരാമചന്ദ്രൻ എത്ര അനായാസം അദ്ദേഹത്തിന് കൈവരാൻ പോകുന്ന ആ ഒരു രാജ്യഭാരം സഹോദരനിലേക്ക് കൈമാറി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. അത് ഞാൻ പ്രധാനപ്പെട്ട ഒരു മൂന്നാമത്തെ കാലിക പ്രസക്തമായിട്ടുള്ള രാമായണത്തിലെ ഒരു സന്ദേശമായിട്ട് ഉയർത്തിക്കാട്ടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നാണ് നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു രാജാവ് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടതെന്നുള്ളത് കൃത്യമായി കാണിച്ചു തന്നത് ഭരതനാണ്. ഭരതൻ എങ്ങനെയാണ് രാജ്യം കൈവന്നത് എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം എങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത് എന്നുള്ളതറിയാം. ഏറ്റവും അയോധ്യയുടെ ഏറ്റവും പെരിഫറിയിലുള്ള, അല്ലെങ്കിൽ ഏറ്റവും വെളിയിലുള്ള ഒരു ഗ്രാമത്തിൽ വളരെ ലളിതമായിട്ടുള്ളൊരു ജീവിത രീതി, ഒരാശ്രമതുല്യമായിട്ടുള്ളൊരു ജീവിത രീതിയാണ് അദ്ദേഹം നടത്തിയത്. പാതകങ്ങൾ സിംഹാസനത്തിൽ വെച്ചാണ് അദ്ദേഹം രാജ്യഭാരം നടത്തിയത്. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഈ രാജ്യം തിരികെ നൽകിയപ്പോൾ, സാധാരണ നമ്മുടെ ഇവിടെ അധികാര കൈമാറ്റങ്ങൾ നടക്കുമ്പോൾ ഖജനാവ് എങ്ങനെയായിരിക്കും? ഒരു കക്ഷി ഭരിച്ചതിന് ശേഷം അടുത്ത കക്ഷിക്ക് ഖജനാവ് കൈമാറുമ്പോൾ അത് ശൂന്യമായിരിക്കും. അത് അവരുടെ ഒരു ധാരണയാണത്. അതിനി വരുന്നവൻ അനുഭവിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഭണ്ഡാരത്തിൽ അല്ലെങ്കിൽ ഖജനാവിൽ സ്വത്തും ധനവും പണവും സ്വർണവുമെല്ലാം 10 മടങ്ങ് വർദ്ധിച്ചിരുന്നതാണ് പറയുന്നത്. വളരെ ലളിതമായിട്ടായിരുന്നു ഭരതൻ ഭരിച്ചിരുന്നത് എങ്കിൽ പോലും സ്വത്തും പണവും തുരകങ്ങളും ആനയും കാലാൾ പടയും എല്ലാം തന്നെ, അങ്ങനെ വസ്തുവകകളും മാൻ പവറും എല്ലാം തന്നെ 10 മടങ്ങ് വർദ്ധിച്ച ഒരു രാജ്യത്തെയാണ് ഭരതൻ ശ്രീരാമചന്ദ്രനെ ഏൽപ്പിക്കുന്നത്. അത് രാജനീതിയല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ലേ? വരാൻ പോകുന്നവൻ്റെ തലയ്ക്ക് വെച്ച് കൊടുക്കുക എന്നുള്ള രീതിയിൽ ശൂന്യമായിട്ടുള്ള ഖജനാവായിരുന്നില്ല ഭരതൻ ശ്രീരാമചന്ദ്രനെ ഏൽപ്പിച്ചത്. ശ്രീരാമചന്ദ്രൻ എങ്ങനെയായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്? നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാമൻ എന്നാണ് പറയുന്നത്.
സ്വന്തം മക്കളെ എങ്ങനെയാണ് ഒരു അച്ഛൻ സംരക്ഷിക്കുന്നത് വാത്സല്യത്തോടു കൂടി, അതുപോലെയായിരുന്നു ശ്രീരാമചന്ദ്രൻ രാജ്യഭാരം വഹിച്ചിരുന്നത്, അല്ലെങ്കിൽ പ്രജകളെ പരിപാലിച്ചിരുന്നത്. സസ്യപരിപൂർണയല്ലോ ധരിത്രി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അയോധ്യ സസ്യപരിപൂർണയായിരുന്നു. പരിസ്ഥിതിയുടെ ഏറ്റവും വലിയ സംരക്ഷണത്തിൻ്റെ ഉദാത്തമായിട്ടുള്ള ഉദാഹരണം രാമരാജ്യത്തിൽ ഉണ്ടായിരുന്നു. അതുമല്ല, ബാലമരണം അകപ്പെടുമാറുമില്ല. നമ്മുടെ ഒരു രാജ്യത്തെ ആരോഗ്യ നിലവാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ശിശുമരണ നിരക്കാണ്. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ മരണപ്പെടുന്ന രാജ്യം എന്ന് പറയുന്നത് അത് ആരോഗ്യ മേഖലയിൽ ഒട്ടും സുസ്ഥിരമല്ല. അതിന് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്നാണ് പറയുന്നത്, IMR എന്ന് പറയും. അതിപ്പോഴത്തെ ഏറ്റവും പുതിയ മാനദണ്ഡം അനുസരിച്ചും ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഒരു രാജ്യത്ത് എത്രയാണെന്ന് നോക്കും. നമ്മുടെ കേരളത്തിൽ അത് 5 or 6 ഒക്കെ മാത്രമാണ്. പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളിലും അത് 13 14 ഒക്കെയാണ്. അപ്പോൾ ആ രീതിയിൽ ബാലമരണങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് ആ രാജ്യത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ കുറവിനെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സ്ഥിരതയില്ലായ്മയാണ് കാണിക്കുന്നത്. പക്ഷേ ശ്രീരാമചന്ദ്രൻ അയോധ്യ ഭരിക്കുമ്പോൾ ബാലമരണം അകപ്പെടുമാറുമില്ല എന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങളുടെ മരണം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ പരിസ്ഥിതിയെ സ്നേഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രജകളെ മക്കളെ പോലെ തന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവിനെ പോലെ രാജ്യം ഭരിക്കുവാൻ ശ്രീരാമചന്ദ്രന് സാധിച്ചു. ആ രാജ്യം തിരികെ ഏൽപ്പിച്ചപ്പോൾ 10 മടങ്ങ് സമ്പത്തും മറ്റെല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളുമുള്ള ഒരു രാജ്യത്തെ തിരികെ ഏൽപ്പിക്കുവാൻ ഭരതനും സാധിച്ചു എന്നുള്ളത് ഇപ്പോഴത്തെ ഭരണകർത്താക്കൾ മനസ്സിലാക്കേണ്ടതാണെന്നാണ് എനിക്ക് 4ാമത് പറയാനുള്ളൊരു കാര്യം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 5ാമതായിട്ട് അവസാനിപ്പിക്കുന്നതിന് മുൻപ് പറയാനുള്ളൊരു കാര്യം, കലിയുഗത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നാമജപം തന്നെയാണ്. ഈ ആശ്രമത്തിൽ വന്നപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, പ്രിയപ്പെട്ട ജയചന്ദ്രനും മറ്റും സൂചിപ്പിച്ചത്, ഇവിടെ മറ്റു തരത്തിലുള്ള വലിയ ആഘോഷങ്ങളോ അല്ലെങ്കിൽ വലിയ സങ്കീർണമായിട്ടുള്ള പൂജകളോ ആഡംബര രീതിയിലുള്ള പൂജകളോ ഒന്നും നടക്കുന്നത്. ഇവിടെ നാമജപത്തിനാണ് പ്രാധാന്യം. അത് ഇവിടെ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും ഇവിടെ നടക്കുന്ന 2 സപ്താഹങ്ങൾ നടക്കും. ഈ 2 സപ്താഹങ്ങൾക്കും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വന്നിരുന്ന് ആ നാമം ജപിക്കുകയും ഭക്ഷണം കഴിക്കുകയും മറ്റുമെല്ലാം ചെയ്യാം. വിശക്കുന്നതിൻ്റെ മുൻപിൽ ദൈവം ഏത് രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്? വിശക്കുന്നതിൻ്റെ മുമ്പിൽ അന്നത്തിൻ്റെ രൂപത്തിലാണ്. ഇവിടെ സ്വാമികൾ, കരുവാറ്റ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്നതെല്ലാം അന്ന് തന്നെ വിധിച്ചു കൊടുക്കുമായിരുന്നു, നാളത്തേക്ക് മാറ്റി വെക്കുകയില്ല. അപ്പം നാമജപത്തിൻ്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ അറിയുന്ന, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ആശ്രമം കൂടിയാണ് ഇത് എന്നുള്ളത് കൊണ്ട് ഭക്തിയുടേതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് എൻ്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കാം. കാരണം ഭക്തി ഇന്ന് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. ഭക്തി ഒരു വ്യവസായമായിട്ട് മാറുന്നുണ്ട്, ഭക്തി തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്, അന്ധവിശ്വാസങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്, മനുഷ്യൻ്റെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇവിടെയെല്ലാം ഭക്തി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും ഏറ്റവും ലളിതമായിട്ടുള്ള ഭക്തിയുടെ ഒരു പ്രകടമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് നാമജപമാണ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലും ഭക്തി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ശ്രീ രാമായണത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും എന്ന് പറയുന്നുണ്ട്. രാമൻ ഹനുമാനോട് പറയുന്നുണ്ട്. രാമായണത്തിൻ്റെ തുടക്കത്തിൽ തന്നെയാണത്. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. ഏറ്റവും വലിയ അറിവ് ലഭിക്കണമെങ്കിൽ അതിൻ്റെ ഒരു പ്രായോഗിക മാർഗം എന്ന് പറയുന്നത് ഭക്തി മാർഗമാണ്, അല്ലെങ്കിൽ ഭക്തി മാത്രമാണ്. ശ്രദ്ധയോടുകൂടി വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം എന്ന് പറയുന്നുണ്ട്. എനിക്കെന്താണ് വേണ്ടത്? ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് ക്രിയാമാർഗോപദേശത്തിൽ. ശ്രദ്ധയോടുകൂടി വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം. എനിക്ക് സ്വർണമോ ധനമോ ഒന്നും വേണ്ട. വാരി എന്ന് പറയുമ്പോൾ വെള്ളമാണല്ലോ. വെള്ളമാണെങ്കിലും എനിക്ക് ശ്രദ്ധയോടുകൂടി തന്നു കഴിഞ്ഞാൽ എനിക്കത് വളരെ സന്തോഷമാണെന്നാണ് പറയുന്നത്. ആ ഒരു സന്ദേശം, ഭക്തി എത്രമാത്രം ലാളിത്യമുള്ളതായിരിക്കണം, എത്ര ശ്രദ്ധയുള്ളതായിരിക്കണം, അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റിയ സ്ഥലം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ മുഴുവൻ അങ്ങനെ ഒരു ലാളിത്യത്തിൻ്റെതായിട്ടുള്ള ഒരു നിറവാണ് ഇവിടെ ഞാൻ കണ്ടത്. മറ്റൊരാശ്രമത്തിലും കാണാൻ സാധിക്കാത്ത രീതിയിൽ യാതൊരു തരത്തിലുള്ള സാമ്പ്രദായികമായിട്ടുള്ള അടിച്ചേൽപ്പിക്കലുകളും ഇല്ലാതെ, യാതൊരു തരത്തിലുള്ള വാണിജ്യപരമായിട്ടുള്ള താല്പര്യങ്ങളും ഇല്ലാതെ
ഭക്തന്മാർക്ക് ഒത്തുകൂടാനും നാമജപത്തിലൂടെ മാത്രം അവർക്കൊരു സമാധാനവും സൗഖ്യവും കിട്ടാനുമുള്ള ഒരു രീതികളാണ് ഇവിടെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഗുരുദേവൻ ഇവിടെ നമുക്കെല്ലാവർക്കും പറഞ്ഞു തന്നത് എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി ഞാൻ സൂചിപ്പിച്ചുകൊള്ളാം. അപ്പോൾ ഭക്തി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് രാമായണത്തിൽ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. വാരിയെന്നാകിലും എനിക്ക് ഭക്തനായിട്ടുള്ളവൻ തന്നാൽ അതിപ്രിയമാണെന്ന് ശ്രീരാമൻ പറയുകയാണ്. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് കലിയുഗത്തിൽ മനുഷ്യൻ്റെ മോക്ഷത്തിനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. ഓരോ യുഗത്തിലും മനുഷ്യന് മോക്ഷമാർഗം ഓരോന്നാണല്ലോ. സത്യയുഗത്തിൽ തപസ്സായിരുന്നു, ത്രേതായുഗത്തിൽ യാഗങ്ങളായിരുന്നു, ദ്വാപരയുഗത്തിൽ പൂജയായിരുന്നു. പക്ഷെ ഇതൊന്നും അനുഷ്ഠിക്കാൻ നമുക്കിപ്പോൾ സാധിക്കുകയില്ല. മനുഷ്യൻ്റെ മനസ്ഥിതി മാറി, മനുഷ്യൻ്റെ മനോനിലകൾ മാറി. അപ്പോൾ അവൻ്റെ മോക്ഷമാർഗം എന്ന് പറയുന്നത്, ഏറ്റവും ലളിതമായിട്ടുള്ള മോക്ഷമാർഗം എന്ന് പറയുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് നമ്മളിവിടെ ജപിക്കുന്ന നാമജപം തന്നെയാണ്. നാമജപം എന്ന് പറയുമ്പോൾ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് നമ്മൾ ജപിക്കുന്ന ആ നാമജപത്തിന് നമ്മുടെ ശാരീരികമായിട്ട് വളരെയേറെ മാറ്റങ്ങൾ വരുത്തുവാൻ നമുക്ക് സാധിക്കും. മനസ്സിൻ്റെ അസ്വസ്ഥതകളെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും. മനസ്സ് മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ക്രോധം വരുമ്പോൾ എത്രമാത്രം മനസ്സ് വികലമാകുന്നുണ്ട്, അല്ലെങ്കിൽ ചൂടാകാതെ എന്ന് നമ്മൾ പറയുന്നില്ലേ, അത് ഒരു കുറേ വാസ്തവമുണ്ട് അതിനകത്ത്. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രാസമാറ്റങ്ങൾ, പലതരത്തിലുള്ള ഹോർമോണുകളുടെ ഉൽപ്പാദനങ്ങൾ, ഇതെല്ലാം തന്നെ നിയന്ത്രിക്കുവാനും മനസ്സിനെ സ്വസ്ഥതയുടെ സമതലങ്ങളിലേക്ക് കൊണ്ടുപോകുവാനും നാമജപത്തിന് സാധിക്കും. അതുകൊണ്ട് ലളിതമായിട്ടുള്ള നാമജപം എന്ന് പറയുന്നത് ലളിതമായിട്ടുള്ള ഒരു തപസ് തന്നെയാണ്. അജാമിളൻ്റെ കഥ നമുക്കറിയാമല്ലോ. ഒരു പ്രാവശ്യം മാത്രം നാരായണ എന്ന് വിളിച്ചപ്പോൾ തന്നെ വിഷ്ണുദൂതന്മാരിഞ്ഞ് വരികയാണ്. വിഷ്ണുദൂതന്മാർ വന്നിട്ട് യമദൂതന്മാരുമായിട്ട് തർക്കിക്കുകയാണ്. കൊണ്ടുപോകാൻ പറ്റുകയില്ല. കാരണം എന്താണ്? ഒരു പ്രാവശ്യമാണെങ്കിൽ ഒരു പ്രാവശ്യം നാരായണ എന്ന് വിളിച്ചു പോയതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല എന്ന് പറയുന്ന കഥ നമ്മൾ ഭാഗവതത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നാമജപത്തിന് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രാമായണവും നമുക്ക് ഉയർത്തിക്കാട്ടുന്ന ഒരു വലിയ സന്ദേശം അത് തന്നെയാണ്. നമുക്കറിയാമല്ലോ, വർഷങ്ങൾക്ക് മുൻപ് കർക്കിടക മാസം എന്ന് പറയുന്നത് എന്തുമാത്രം ദുരിതം നിറഞ്ഞൊരു മാസമായിരുന്നു. പഞ്ഞമാസം എന്ന് പറയുന്നത് എല്ലാ തരത്തിലും വീടുകളിലൊക്കെ തന്നെ ബുദ്ധിമുട്ടുകൾ, പട്ടിണിയാണെങ്കിൽ പട്ടിണി, കാലാവസ്ഥയുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ. പക്ഷെ അതിനെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മാസമാക്കി മാറ്റുവാൻ പ്രകൃതിയുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. എങ്കിൽ പോലും വീടുകളിൽ വിളക്ക് കത്തിച്ച് വെച്ച് രാമായണം വായിക്കുന്ന ഒരു സമ്പ്രദായം കഴിഞ്ഞ 3-4 പതിറ്റാണ്ടുകൾ കൊണ്ട് നമ്മൾ ആർജിച്ച ഒരു വലിയ മാറ്റമാണ്. എത്ര ഭംഗിയായിട്ട് നമുക്ക് കർക്കിടക മാസത്തെ ഒരു എന്താ പറയുക, ഒരു പഞ്ഞമാസം എന്നുള്ളതിനെ മാറ്റി ഒരു പുണ്യമാസമാക്കി മാറ്റുവാൻ നമുക്ക് സാധിച്ചു. അത് ഈ രാമായണത്തിൻ്റെ ശക്തി തന്നെയല്ലേ? അപ്പോൾ ഈ രീതിയിൽ രാമായണം നമ്മൾ വീടുകളിൽ പാരായണം ചെയ്യുകയും അതിൽ പറഞ്ഞിരിക്കുന്ന മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നുള്ളത് കുടുംബത്തിന് വേണ്ടതാണ്, വ്യക്തിപരമായിട്ട് ആ വ്യക്തിക്ക് വേണ്ടതാണ്, കുടുംബപരമായിട്ട് കുടുംബത്തിന് വേണ്ടതാണ്, ആ രാഷ്ട്രത്തിന് വേണ്ടതാണ്. രാമരാജ്യം എങ്ങനെയായിരിക്കണം എന്നുള്ളത്, എങ്ങനെയായിരുന്നു എന്നുള്ളത് ശ്രീരാമചന്ദ്രൻ്റെ ഭരണത്തിലൂടെ വാൽമീകിയും അതോടൊപ്പം തന്നെ എഴുത്തച്ഛനും എല്ലാം തന്നെ വരച്ചു കാട്ടുന്നുണ്ട്. നാമജപത്തിലൂടെ രത്നാകരൻ എന്ന് പറഞ്ഞ ഒരു കട്ടാളൻ ഒരു മുനിയായിട്ട് മാറിയെങ്കിൽ നമ്മുടെ വീടുകളിലും നാമജപത്തിലൂടെ സനാതന മൂല്യങ്ങളുടെ ഒരു തിരിച്ചുവരവ് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് രാമായണത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രസക്തി എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ. 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനെ കുറിച്ച് രാമായണത്തിൽ എങ്ങനെ സൂചിപ്പിക്കുന്നു. നമുക്ക് കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകേണ്ട ആചാര്യന്മാരുടെ പ്രസക്തി എത്രമാത്രമുണ്ട് എന്നുള്ളത് രാമായണത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു രാജ്യ ഭരണം എങ്ങനെയായിരിക്കണം, ഒരു രാജാവ് എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ദർശനങ്ങൾ രാമായണത്തിൽ പറയുന്നുണ്ട്. അധികാര കൈമാറ്റം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിലാണെങ്കിലും ഭരണകർത്താക്കൾ തമ്മിലാണെങ്കിലും അധികാര കൈമാറ്റവും അല്ലെങ്കിൽ അധികാര ദുർവിനിയോഗവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യവും രാമായണത്തിൽ പറയുന്നുണ്ട്. 5-മത്, ഭക്തി എന്ന് പറയുന്നത് അതൊരു വാണിജ്യമല്ല, അതൊരു ആഡംബരമല്ല, മറിച്ച് ലളിതമായിട്ടുള്ള നാമജപത്തിലൂടെ തന്നെ നമുക്ക് ഭഗവത് പ്രീതി നേടുവാൻ സാധിക്കും എന്നും രാമായണത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ 5 കാര്യങ്ങൾ മാത്രമാണ് ഈ അവസരത്തിൽ ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും വിവരസാങ്കേതിക വിദ്യകൾ വളരെയേറെ മുമ്പോട്ട് പോകണം, ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് വീട്ടിലിരിക്കുന്നവരെ വിളിച്ച് എന്താ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അത് നമുക്ക് വേണം. പക്ഷെ അതിനോട് സമാന്തരമായിട്ട് തന്നെ ശക്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് സനാതന മൂല്യങ്ങളുടെ
അടിത്തറ ഉണ്ടാകണം, മനസ്സ് ശക്തമാകണം, നമ്മുടെ ആത്മീയമായിട്ടുള്ള ആരോഗ്യം നമുക്കുണ്ടാകണം. അതിനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് നാമജപം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ ആശ്രമത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു മാതൃകയായിട്ട് എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കേരളം മുഴുവൻ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ആശ്രമം. കാരണം ലാളിത്യമാണ് ഇവിടുത്തെ മുഖമുദ്ര. ഇവിടെ നടക്കുന്നത് മറ്റൊന്നുമല്ല, സങ്കീർണമായിട്ടുള്ള ആഡംബരത്തോടു കൂടിയുള്ള പൂജകളോ ഒന്നും ഇവിടെ നടക്കുന്നില്ല. നാമജപം മാത്രം. ആ നാമജപത്തിലൂടെ മനുഷ്യൻ്റെ മനസ്സിനെ എത്രമാത്രം വിമലീകരിക്കാമെന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്, നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആശ്രമത്തിലേക്ക് കൂടുതൽ കുടുംബങ്ങളിൽ നിന്ന് നാഥന്മാരും കുട്ടികളുമെല്ലാം എത്തുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും കൂടുതൽ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ഗീതാ ക്ലാസ് പോലെയുള്ള ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. കൂടുതൽ കാര്യങ്ങൾ ഈ ആശ്രമത്തിൽ നടക്കണം. അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നടക്കണം. പ്രായമുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഈ ആശ്രമവുമായി ബന്ധപ്പെട്ട് നടക്കണം. അങ്ങനെ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക്, കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് ഈ ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമിജിയുടെ കരുവാറ്റ സ്വാമിജിയുടെ അനുഗ്രഹം എല്ലാവർക്കും എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ലഘു പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.